കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അപ്പുറത്ത് നല്ല ഗ്രൗണ്ടിൻ്റെ വേണ്ടി ഞങ്ങൾ നോക്കാൻ പോയത്. അപ്പോഴാണ് അതിൻ്റെ അപ്പുറത്തൊരു പൊട്ടിപ്പൊളിന വീടിനെ കാണുന്നത്. പിന്നെ ആ വീട്ടിൽ കയറി പോയപ്പോൾ ഒരു പാവം വയസ്സായ ഒരു അമ്മമ്മയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസൊക്കെ കൊടുത്തു. അപ്പം അമ്മയ്ക്ക് നല്ല സന്തോഷമായി. പിന്നെ ഭക്ഷണം ചോദിച്ചപ്പോഴാണ് ഇല്ല പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഫുള്ള് വല്യന്മാർ. പിന്നെ കൂട്ടുകാരൻ തപ്പിയപ്പോഴാണ് ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയതാണ് പറഞ്ഞത്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വെളി വന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുത്തു. അവനെന്തോ പുച്ഛഭാവം. ഞങ്ങൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഭക്ഷണമൊക്കെ തരാമായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് വന്നു. കുട്ടികളും ആൻറ്റിമാരൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കൂട്ടുകാരൻ്റെ വീടല്ലേ പറഞ്ഞുകൊണ്ട് കുറച്ച് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു. ഞങ്ങളുടെ അമ്മമ്മയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് ഞങ്ങൾ നടന്നു. പിന്നെ ഗ്രൗണ്ടിൽ കുറേ ഏട്ടന്മാരൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കയറി ചെന്നു. പിന്നെ അമ്മമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാം ഭക്ഷണം കൊടുത്തു. അമ്മമ്മയ്ക്ക് നല്ല സന്തോഷമായി. പിന്നെ നിങ്ങൾ നന്നായി വരും മക്കളെ എന്നൊക്കെ പറഞ്ഞു. അമ്മമ്മ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ടാറ്റ വേണ്ടിട്ട് ഇറങ്ങി വന്നു.